എല്ലാ വിദ്യാർത്ഥിനികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ആഫ്റ്റർ SSLC വീഡിയോ കുറച്ച് നീളും. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ മുഴുവനായി ശ്രദ്ധിക്കുക. അതായത് ആഫ്റ്റർ SSLCക്ക് ശേഷം ഏത് കോഴ്സ് +1 പഠിക്കാൻ തിരഞ്ഞെടുക്കണം, സയൻസ്, കൊമേഴ്സ്, ഹ്യൂമാനിറ്റീസ് എന്നിങ്ങനെ 3 ഓപ്ഷനാണ് കേരളത്തിലെ എമ്പാടുമുള്ള സ്കൂളുകളിൽ നിങ്ങളെ കാത്തിരിക്കുന്ന ഓപ്ഷൻ എന്ന് പറയുന്നത്. സയൻസ് ഓർ കൊമേഴ്സ് ഓർ ഹ്യൂമാനിറ്റീസ് എന്നുള്ളത്. അപ്പം അങ്ങനെ വരുമ്പോൾ ഇതിലേതാണ് ഞാൻ തിരഞ്ഞെടുക്കേണ്ടത്? ഭാവി ജോലി സാധ്യതകൾ എന്തൊക്കെ? ഡീറ്റെയിൽഡ് വീഡിയോ ആണ്. വിശദമായ വാർത്തയിലേക്ക് പോകാം. ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന വിദ്യാർത്ഥിനികൾ തീർച്ചയായും മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പറയാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. സബ്സ്ക്രൈബ് ചെയ്തതിനൊപ്പം നോട്ടിഫിക്കേഷൻ ബെല്ലുകൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക. ചാനലിലെ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ടെങ്കിൽ തീർച്ചയായും മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പറയാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. സബ്സ്ക്രൈബ് ചെയ്തതിനൊപ്പം നോട്ടിഫിക്കേഷൻ ബെല്ലുകൾ ഓപ്ഷൻ എനേബിൾ ചെയ്യാനും ചാനലിലെ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ട് തീർച്ചയായും ലൈക്കും കൂടി ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കാം. അതുപോലെ തന്നെ നമ്മുടെ ചാനലിൻ്റെ വാട്സപ്പ് ചാനലിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് നിങ്ങൾക്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നേരെ വളരെ വളരെ പ്രാധാന്യം അറിയിക്കുന്ന വാർത്തയിലേക്ക് തന്നെ കിടക്കാം. ആഫ്റ്റർ SSLCക്ക് ശേഷം ഏത് കോഴ്സ് തിരഞ്ഞെടുക്കുമ്പോഴും വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് പറയുന്നത് സാധാരണ മുൻ വർഷങ്ങളിലൊക്കെ സംഭവിക്കുന്നതായിട്ടൊരു കാര്യം പറയാം. ഇപ്പം ഞാൻ ഉദാഹരണം പറഞ്ഞത്, കേരളത്തിൽ കൂടുതൽ വിദ്യാർത്ഥികൾ തിരഞ്ഞെടുക്കുന്ന സബ്ജക്റ്റ് എന്ന് പറയുകയാണെങ്കിൽ സയൻസാണ്. അത് കഴിഞ്ഞാൽ ഹ്യൂമാനിറ്റീസ്, പിന്നീടാണ് ആദ്യം സയൻസ്, പിന്നെ കൊമേഴ്സ്, പിന്നെ ഹ്യൂമാനിറ്റീസ്. അങ്ങനെ ഒരു രീതിയിലാണ് കേരളത്തിൻ്റെ പോക്ക്. പക്ഷേ അതുകൊണ്ട് തന്നെ സയൻസ് ഏറ്റവും മുന്തിയ കോഴ്സ്, അത് കഴിഞ്ഞ ശേഷമാണ് കൊമേഴ്സ് വരുന്നത്, അത് കഴിഞ്ഞ ശേഷമാണ് ഹ്യൂമാനിറ്റീസ് എന്നാണ് കേരളത്തിൻ്റെ സൊസൈറ്റിയുടെ ഒരു പോക്ക്, നമ്മുടെ സൊസൈറ്റിയുടെ ഒരു പോക്ക്. അപ്പോൾ ഇത് കേട്ടിട്ട് തന്നെയായിരിക്കും നിങ്ങൾ എന്ത് ചെയ്തത്, ഇപ്പോൾ വന്നിരിക്കുന്നത്. ഈ കാര്യങ്ങൾ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? എടാ പ്ലസ് ടുവിന് ശേഷം സയൻസ് എടുക്കണം. എടാ മോനെ അല്ലെങ്കിൽ മോളെ, +2 സയൻസ് എടുക്കണം. സയൻസ് എടുത്താലേ ജീവിതം രക്ഷപ്പെടുകയുള്ളൂ. അല്ലെങ്കിൽ കൊമേഴ്സ് എടുക്കണം. ഇത് ചിലരൊക്കെ പറയും ഹ്യൂമാനിറ്റീസ് എടുക്കരുതെന്ന്. ഇനി ഞാൻ നിങ്ങളോടൊരു സത്യം പറയാം. ഞാൻ ഹ്യൂമാനിറ്റീസ് പഠിച്ചൊരു വിദ്യാർത്ഥിയാണ്. പലയിടത്തു നിന്നും നിങ്ങൾ കേൾക്കുന്നൊരു ഇതായിരിക്കും, ഒന്നാമത് സയൻസ്, ശേഷം കൊമേഴ്സ്, അത് കഴിഞ്ഞ് ഹ്യൂമാനിറ്റീസ് എന്നുള്ളത്. അങ്ങനെയൊന്നുമല്ല. ഇപ്പോൾ 3 കോഴ്സിനും എന്തുണ്ട്? 3 കോഴ്സിനും അതിൻ്റേതായ പ്രാധാന്യങ്ങളും അതിൻ്റേതായ ജോലി അവസരങ്ങളും ഉണ്ട്. സയൻസ് എടുക്കുന്ന ആൾ മാത്രമേ രക്ഷപ്പെടുള്ളൂ, അല്ലെങ്കിൽ കൊമേഴ്സ് എടുക്കുന്ന ആൾ മാത്രമേ രക്ഷപ്പെടൂ, അല്ലെങ്കിൽ ഹ്യൂമാനിറ്റീസ് എടുക്കുന്ന ആൾ മാത്രമേ രക്ഷപ്പെടൂ. അങ്ങനെയൊന്നും എവിടെയും എഴുതിയിട്ട്. ഇപ്പം ഞാൻ ഹ്യൂമാനിറ്റീസ് എടുത്തൊരു വിദ്യാർത്ഥിയാണ്. ഞാനിപ്പോൾ ഡിഗ്രി ഫസ്റ്റ് ഇയർ പഠിക്കുകയാണ്. അങ്ങനെ വരുമ്പോൾ ഓരോന്നിൻ്റെയും ഭാവി സാധ്യതകൾ എന്തൊക്കെയാണ്? ഇനിയിപ്പോൾ ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ കേരളത്തിൽ 2.5 ലക്ഷത്തിന് മേലെ സീറ്റുകൾ ഒഴിഞ്ഞു കിടക്കുന്ന സയൻസ് ബാച്ചിലേക്കുള്ള ആദ്യം നമുക്ക് നോക്കാം. സയൻസ് കൂടുതൽ വിദ്യാർത്ഥികൾ തിരഞ്ഞെടുക്കുന്ന ഒരു വിഷയം തന്നെയാണ്. സയൻസ് എടുത്തു കഴിഞ്ഞാൽ ഭാവി ജോലി സാധ്യതകൾ എന്തൊക്കെ? എൻജിനീയറിങ്, ഡോക്ടർ, അതുപോലെ തന്നെ പൈലറ്റ്, മെഡിക്കൽ ഫീൽഡുകളിലേക്കൊക്കെ നിങ്ങളെ ആവശ്യപ്പെടുന്നത് സയൻസ് വിഷയങ്ങളാണ്. അതുപോലെ തന്നെ സയൻസ് സംബന്ധമായ വിഷയങ്ങളിൽ അധ്യാപക മേഖലയിൽ വർക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ എന്നിങ്ങനെ ഉണ്ടെങ്കിൽ സയൻസ് നിങ്ങൾക്ക് ബെറ്റർ ഓപ്ഷനാണ്. നിങ്ങൾ ഡോക്ടർ, എൻജിനീയർ, പൈലറ്റ്, സയൻസ് വിഷയങ്ങളിൽ അധ്യാപക മേഖലയ്ക്ക് പോകാൻ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ യുവർ ബെറ്റർ ഓപ്ഷൻ സയൻസാണ്. അതുപോലെ തന്നെ ഇനി പല വിദ്യാർത്ഥികൾക്കും കൊമേഴ്സ് വിഷയത്തിനോട് താല്പര്യമുള്ള വിദ്യാർത്ഥികൾ കാണും. കൊമേഴ്സ് വിഷയത്തിനോട് താല്പര്യമുള്ള വിദ്യാർത്ഥികൾക്ക് കണക്ക് കൂടുതലായി അറിയണം. ബിസിനസ് മേഖലയാണ് അത്. ബിസിനസ് ആൻഡ് അക്കൗണ്ടിങ് ആൻഡ് കമ്പ്യൂട്ടർ മേഖലയാണ്, കമ്പ്യൂട്ടറൈസ്ഡ് മേഖലയാണ്. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടതായ കുറച്ച് കാര്യങ്ങളൊക്കെ ഇക്കാര്യത്തിലുണ്ട്. അങ്ങനത്തെ കൊമേഴ്സ് തിരഞ്ഞെടുത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ്, ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ, ആ മേഖലയിലുള്ള ഇപ്പോൾ കൊമേഴ്സ് ഫീൽഡുകളിലേക്കുള്ള, ഇപ്പോൾ കൊമേഴ്സ് സബ്ജക്റ്റ് റിലേറ്റ് ചെയ്യുന്ന ടീച്ചേഴ്സ് പോലുള്ള കാര്യങ്ങളിലേക്ക് നിങ്ങൾക്ക് പോകാൻ സാധിക്കും. ഹ്യൂമാനിറ്റീസ് എടുക്കുകയാണെങ്കിൽ വിദ്യാർത്ഥികൾക്ക് അഭിമുഖീകരിക്കേണ്ടി വരുന്ന വിഷയങ്ങൾ ഹിസ്റ്ററി, പൊളിറ്റിക്സ് പോലുള്ള അതിസുന്ദരമായ വിഷയങ്ങളൊക്കെയാണ്. ഇപ്പോൾ ഞാൻ പഠിച്ചതുകൊണ്ട് പുകഴ്ത്തി പറഞ്ഞൊന്നുമല്ല. ഇപ്പോൾ ഞാൻ ഹ്യൂമാനിറ്റീസ് എടുത്ത വിഷയം, ഇപ്പോൾ ഇപ്പം ഞാൻ സയൻസ്, കൊമേഴ്സ് ആഗ്രഹിച്ചിട്ട് ഹ്യൂമാനിറ്റീസ് ഒരു ബാധ്യത പോലെ എൻ്റെ തലയിൽ വീണ കോഴ്സൊന്നുമല്ല.
ഞാൻ SLC കഴിഞ്ഞപ്പോൾ ഡിക്ലെയർ ചെയ്താണ് ഞാൻ ഹ്യൂമാനിറ്റീസ് എടുക്കുകയുള്ളൂ. ഹ്യൂമാനിറ്റീസ് തന്നെ എനിക്ക് കിട്ടി. ഞാൻ പഠിച്ച് മനസ്സുകൊണ്ട് ആഗ്രഹിച്ച കോഴ്സാണ് ഹ്യൂമാനിറ്റീസ് എന്നുള്ളത്. അപ്പം അതെനിക്ക് കിട്ടി. അപ്പോൾ ഹ്യൂമാനിറ്റീസ് പഠിച്ചിറങ്ങുന്നൊരു വിദ്യാർത്ഥിക്ക് ഭാവിയിൽ ജോലി സാധ്യതകൾ, നിങ്ങൾക്ക് കോടതി ജഡ്ജിമാർ, വക്കീലുമാർ, ഹ്യൂമാനിറ്റീസ് മേഖലയിലെ അധ്യാപകർ, ജേർണലിസ്റ്റ്, നിങ്ങളിപ്പം ടി വിയിലും നിങ്ങളൊക്കെ വാർത്തകളൊക്കെ കാണുമ്പോൾ വാർത്ത പറയുന്ന ആൾക്കാർ കാണില്ലേ, ജേർണലിസ്റ്റുകൾ, അങ്ങനെയുള്ള മേഖലയിലേക്ക് നിങ്ങൾക്ക് പോവാം. ടീച്ചിങ് ഫീൽഡിലേക്ക് പോവാം. കോടതിയിലെ വക്കീലുമാർ, ജഡ്ജിമാർ, അതുപോലെ തന്നെ IAS പോലെയുള്ള ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിലുള്ള IAS, സിവിൽ സർവീസ്, കളക്ടർമാർ എന്നിങ്ങനെയുള്ള മേഖലകളിലേക്കൊക്കെ നിങ്ങൾക്ക് ഹ്യൂമാനിറ്റീസ് എടുത്താൽ പോകാൻ സാധിക്കും. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഹ്യൂമാനിറ്റീസ് ഒരു ചില്ലറക്കാരനല്ലെന്ന്. ഈ IAS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസാണ്. ഭരണ മേഖല കൈകാര്യം ചെയ്യുന്ന വകുപ്പാണ് IAS. സിവിൽ സർവീസ് വകുപ്പാണ്. ഇപ്പോൾ സിവിൽ സർവീസിലേക്ക് നിങ്ങൾക്ക് സയൻസ് എടുത്താലും കൊമേഴ്സ് എടുത്താലും പോകാം. പക്ഷേ സിവിൽ സർവീസ് ബേസ് ചെയ്തുള്ള ക്വസ്റ്റ്യൻസ് എന്ന് പറയുവാണെങ്കിൽ ഹ്യൂമാനിറ്റീസ് ബേസ് ചെയ്ത ക്വസ്റ്റ്യൻസ് ആയിരിക്കും സിവിൽ സർവീസ് പരീക്ഷകളിൽ വരിക. അതുകൊണ്ട് തന്നെ സയൻസ് എടുത്ത കുട്ടിക്കും കൊമേഴ്സ് എടുത്ത കുട്ടിക്കും സിവിൽ സർവീസ് എക്സാം എഴുതാം, പറ്റില്ലെന്നല്ല. പക്ഷേ ഹ്യൂമാനിറ്റീസ് എടുത്ത് പഠിക്കുന്നൊരു കുട്ടിക്ക് എന്തായിരിക്കും, എളുപ്പമായിരിക്കും. IAS പോലുള്ള പരീക്ഷകൾ ഹ്യൂമാനിറ്റീസ് എടുത്ത് പഠിക്കുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ച് കുറച്ചും കൂടെ എളുപ്പമായിരിക്കും. കാരണം ഹ്യൂമാനിറ്റീസ് ബേസ് ചെയ്ത് പൊളിറ്റിക്കൽ സയൻസിലെ കുറേ ചോദ്യങ്ങളൊക്കെ ആയിരിക്കും സിവിൽ സർവീസിൽ വരിക. അതുകൊണ്ട് തന്നെ അങ്ങനെ കുറച്ച് എളുപ്പമായിരിക്കും. ഇപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഭാവി സാധ്യതകൾ എന്നൊക്കെ പറയുകയാണെങ്കിൽ, ഇനി എനിക്ക് നിങ്ങളോടൊരു മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യം പറയാനുള്ളത്, കഴിഞ്ഞ മുമ്പത്തെ വർഷമൊക്കെ നമ്മൾ ഈ ഫീൽഡിൽ നമ്മളിപ്പോൾ ചുരുക്കി പറയുകയാണെങ്കിൽ, ഞാൻ ഈ വിദ്യാഭ്യാസ മേഖലയിലേക്ക് ഈ വീഡിയോകളും വാർത്തകളും ഒക്കെ ആയിട്ട് വന്നിട്ട് 5 വർഷത്തോളമായി. ഈ 5 വർഷത്തിൽ നിന്ന് എനിക്ക് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കിട്ടിയൊരു കാര്യം തന്നെയാണ്, അവൻ സയൻസ് എടുക്കുന്നതുകൊണ്ട് ഞാനിപ്പോൾ SLC വരെ, ഇപ്പം നിങ്ങൾക്കുണ്ടായിരുന്നുള്ള ഏറ്റവും ഇതായിരിക്കും, SLC വരെ നിങ്ങൾ എന്ത് ചെയ്യുകയാണ്, കൂട്ടുകാരൊക്കെ ആയിട്ട് ഒന്നിച്ച് പഠിക്കുകയാണ്. എന്നാൽ +1 ഒന്നിച്ച് പഠിക്കണമെന്നുണ്ട്. പക്ഷേ നിങ്ങൾക്ക് SLC വരെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഡയറക്റ്റ് അഡ്മിഷനാണ്. നിങ്ങൾ എന്ത് ചെയ്യണം, കോളേജിൽ TCയും കൊണ്ട് ചെന്ന് കഴിഞ്ഞാൽ ഡയറക്റ്റായിട്ട് നിങ്ങൾക്ക് കോളേജിൽ അഡ്മിഷൻ കിട്ടും. എന്നാൽ +1 അങ്ങനെയല്ല, സെൻട്രലൈസ്ഡ് അലോട്ട്മെൻറ്റ് പ്രോസസ്സാണ്. CAP HSCAP വഴി അലോട്ട്മെൻറ്റ് ലഭിച്ചാണ് നിങ്ങൾ അഡ്മിഷനായിട്ട് പോകേണ്ടത്. നിങ്ങളുടെ കൂടെ SLC പഠിച്ച എല്ലാവരും നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കണമെന്നില്ല. നിങ്ങളുടെ കൂടെ SLC പഠിച്ച എല്ലാ ഫ്രണ്ട്സിനെയും നിങ്ങൾക്ക് കിട്ടണമെന്നില്ല. ഇനി ചിലരുണ്ട്, അവൻ സയൻസാണ് എടുക്കുന്നത്, അല്ലെങ്കിൽ അവൻ കൊമേഴ്സാണ് എടുക്കുന്നത്, അപ്പം ഞാനും അവൻ്റെ കൂടെ പോവുക. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നിങ്ങളുടെ കരിയർ എവിടെയാണോ, നിങ്ങൾക്ക് ഞാൻ ആദ്യമേ പറഞ്ഞു, സയൻസ് വിഷയങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സയൻസ് റിലേറ്റഡ് ആയിട്ടുള്ള സബ്ജക്റ്റുകളാണ്. കെമിസ്ട്രി, ഫിസിക്സ്, അതുപോലെ തന്നെ കൊമേഴ്സ് ആണെങ്കിൽ അക്കൗണ്ടിങ്, ബിസിനസ്, കമ്പ്യൂട്ടറൈസ്ഡ്. ഹ്യൂമാനിറ്റീസ് ആണെങ്കിൽ ഹിസ്റ്ററി, ചരിത്രം, പൊളിറ്റിക്കൽ സയൻസ് പോലുള്ള വിഷയങ്ങളാണ്. അങ്ങനെ വരുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇപ്പോൾ നിങ്ങളുടെ കഴിഞ്ഞ വർഷമൊക്കെ എന്നോടൊരു വിദ്യാർത്ഥി പറഞ്ഞാണ്, സാർ അവൻ എന്ത് ചെയ്യുന്നു, അവൻ സയൻസ് എടുക്കുന്നു, അല്ലെങ്കിൽ അവൻ കൊമേഴ്സ് എടുക്കുന്നു, എൻ്റെ ഫ്രണ്ടാണ്, അപ്പം ഞാൻ അവൻ എടുക്കുന്ന പോലെ ഞാനും അവൻ്റെ കൂടെ അങ്ങ് പോവുകയാണ്. കാരണം ഞാനും അവനും തമ്മിൽ ഭയങ്കര ഫ്രണ്ടാണ്. നിങ്ങൾ തമ്മിലുള്ള ഫ്രണ്ട്ഷിപ്പും കാര്യങ്ങളും എനിക്ക് മനസ്സിലാവും. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണ്, നിങ്ങളുടെ കൂട്ടുകാരൻ, അവന് ചിലപ്പോൾ സയൻസ് പഠിക്കാൻ പറ്റുന്നുണ്ട്, അത് അവന് ചിലപ്പോൾ സയൻസ് ഉൾക്കൊള്ളാൻ പറ്റുന്നൊരു വിഷയങ്ങളായിരിക്കും. ഇപ്പോൾ ഒരാൾ നിങ്ങളുടെ ഒരു കൂട്ടുകാരൻ സയൻസ് എടുക്കുകയാണ്, അപ്പം നിങ്ങൾ അതിൻ്റെ പുറകെ പോകുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, അവന് സയൻസ് പഠിക്കാം അല്ലെങ്കിൽ കൊമേഴ്സ് പഠിക്കാം എന്നൊരു ഇതുള്ളത് കൊണ്ടായിരിക്കും അവൻ അതിൻ്റെ പുറകെ പോകുന്നത്. അവൻ അത് പാസ്സായി പോവുകയും ചെയ്യും. അവന് പഠിക്കാനുള്ള ഉറപ്പുള്ളതുകൊണ്ടല്ലേ, അവനത് പഠിക്കാൻ പറ്റുമെന്ന് ഉറപ്പുള്ളതുകൊണ്ടല്ലേ. പക്ഷേ നിങ്ങൾ പോകുമ്പോൾ നിങ്ങൾ അവിടെ ചിന്തിക്കാതെ പോകുന്നൊരു കാര്യമുണ്ട്, നിങ്ങൾക്ക് ആ വിഷയം പഠിക്കാൻ പറ്റുമോ. അവിടെ നിങ്ങൾക്ക് മുമ്പിലൊരു ചോദ്യം വന്ന് നിൽക്കും. ഇപ്പം അവൻ സയൻസ് എടുക്കുന്നു, അല്ലെങ്കിൽ അവൻ കൊമേഴ്സ് എടുക്കുന്നു, അല്ലെങ്കിൽ അതുപോലെ തന്നെ അവൻ ഹ്യൂമാനിറ്റീസ് എടുക്കുന്നു വരുത്തി നീ അവൻ്റെ പുറകെ പോയി കഴിഞ്ഞാൽ നിനക്ക് ആ വിഷയം പഠിക്കാൻ സാധിക്കുമോ. അല്ലെങ്കിൽ ഒരു വിദ്യാർത്ഥി അല്ലെങ്കിൽ വിദ്യാർത്ഥിയോട് എനിക്ക് ചോദിക്കാനുള്ളത്, നിനക്ക് ആ വിഷയം പഠിക്കാൻ സാധിക്കുമോ. ഒരു വിദ്യാർത്ഥി ഇപ്പം നിൻ്റെ ഒറ്റ സുഹൃത്ത് സയൻസ് എടുക്കുന്നു, നിങ്ങളൊരു 3 ഫ്രണ്ട്സ് ആണെന്ന് വിചാരിച്ചോ.
ഇപ്പം ഒരുത്തിന് സയൻസ് റിലേറ്റഡ് ആയിട്ടുള്ള സബ്ജക്റ്റുകൾ നല്ലോണം എളുപ്പമാണ്. എന്നാൽ കൊമേഴ്സ് ഹ്യൂമാനിറ്റീസ് റിലേറ്റഡ് ആയിട്ടുള്ള സബ്ജക്റ്റുകൾ അവന് ബുദ്ധിമുട്ടാണ്. എന്ന് വെച്ച് നിങ്ങളുടെ കൊമേഴ്സ് ഹ്യൂമാനിറ്റീസിൻ്റെ കൂടെയാണോ നിങ്ങൾ പോകേണ്ടത്? നിനക്ക് സയൻസേ പഠിക്കാൻ പറ്റുള്ളെങ്കിൽ നീ സയൻസ് എടുക്കണം. നിനക്ക് കൊമേഴ്സ് വിഷയങ്ങളാണ് പഠിക്കാൻ എളുപ്പമെങ്കിൽ നീ കൊമേഴ്സ് എടുക്കണം. അതുപോലെ തന്നെ നിനക്ക് ഹ്യൂമാനിറ്റീസ് വിഷയങ്ങളാണ് പഠിക്കാൻ ഇഷ്ടവും പഠിക്കാൻ എളുപ്പമെങ്കിൽ നീ അത് തന്നെ എടുക്കണം. ഇപ്പോൾ ഹ്യൂമാനിറ്റീസ് പഠിക്കാൻ പറ്റുന്നൊരു കുട്ടി സയൻസ് പോയി എടുത്തു കഴിഞ്ഞാൽ അവൻ ചിലപ്പോൾ തോറ്റുപോകും. കാരണം എന്താണ്, അവൻ്റെ കരിയർ അല്ലെങ്കിൽ അവൻ്റെ ഒരു മനസ്സിൻ്റെ ആ പൊരുത്തം എങ്ങോട്ടായിരിക്കും? ഹ്യൂമാനിറ്റീസ് എന്ന വിഷയത്തോടായിരിക്കും. അപ്പോൾ അവൻ സയൻസ് എടുത്തു കഴിഞ്ഞാൽ അവൻ്റെ മനസ്സ് എന്ത് ചെയ്യില്ല? ആ വിഷയമായിട്ട് പൊരുത്തപ്പെടില്ല. സ്വാഭാവികമായിട്ടും അവനത് പഠിക്കാൻ പറ്റാതെ വരും. അവനെന്ത് ചെയ്യും? ഫെയിലായി പോകും. അതുപോലെ തന്നെയാണ് സയൻസ് എടുക്കേണ്ട ഒരു കുട്ടി സയൻസ് തന്നെ എടുക്കണം. അപ്പോൾ സയൻസ് നല്ല രീതിയിൽ പഠിക്കാം, നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുമെന്നുള്ള ഒരു കുട്ടി എന്ത് ചെയ്യണം? സയൻസ് തന്നെ എടുക്കണം. അവൻ കൊമേഴ്സ് ഹ്യൂമാനിറ്റീസ് എടുത്തു കഴിഞ്ഞാൽ അവൻ ആ മനസ്സുമായിട്ട് പൊരുത്തപ്പെടാൻ പറ്റില്ല. സ്വാഭാവികമായിട്ടും അവനത് ഫെയിലായി പോകുന്നതായിരിക്കും. അപ്പോൾ എനിക്ക് നിങ്ങളോട് ഒരു കാര്യം പറയാനുള്ളത്, നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളത്, അവൻ അല്ലെങ്കിൽ അവൾ പോകുന്ന പുറകിലൂടെയല്ല ഞാൻ പോകേണ്ടത്. ഇപ്പം അവൻ അല്ലെങ്കിൽ അവൾ ഏത് വിഷയം എടുക്കണോ വേണ്ടോ എന്നുള്ളത് അവളുടെ ഇഷ്ടമാണ്. പക്ഷേ നിൻ്റെ ഫ്രണ്ടായിരിക്കാം, നിൻ്റെ ഉറ്റ സുഹൃത്തായിരിക്കാം, നിൻ്റെ ചങ്കായിരിക്കാം, ഒക്കെ ആയിരിക്കാം. പക്ഷേ നിനക്ക് നല്ല മാർക്കോടെ +2 ജയിക്കണമെങ്കിൽ, ഒരു വിദ്യാർത്ഥി അല്ലെങ്കിൽ വിദ്യാർത്ഥിനിയോട് ഞാൻ പറയണം, നിനക്ക് +2 നല്ല മാർക്കോടെ ജയിക്കണമെങ്കിൽ നീ എന്ത് ചെയ്യണം? നിനക്ക് ഇഷ്ടമുള്ള കോഴ്സ് എടുക്കണം. ഇപ്പം നിൻ്റെ മുമ്പിൽ തുറന്നു കിടക്കുന്നൊരു ജാലകമാണ്. ഇപ്പോൾ 10 വരെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് 10 വിഷയങ്ങൾ നിങ്ങൾക്ക് പഠിക്കണം. ആ 10 വിഷയങ്ങളിൽ കെമിസ്ട്രി, ഫിസിക്സ്, ബയോളജി പോലുള്ള വിഷയങ്ങൾ എന്തിലാണ് വരുന്നത്? സയൻസ് വിഷയത്തിലാണ് വരുന്നത്. മാത്തമാറ്റിക്സ്. അതുപോലെ തന്നെ കൊമേഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് സബ്ജക്റ്റുകളും നിങ്ങൾക്ക് എന്ത് ചെയ്യാനുണ്ട്? കണക്ക് പോലുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നുണ്ട്? പഠിക്കാൻ നിങ്ങൾക്ക് വരുന്നുണ്ട്. ഹ്യൂമാനിറ്റീസ് റിലേറ്റഡ് ആയിട്ടുള്ള സബ്ജക്റ്റ് നിങ്ങൾക്ക് 10 വരെ പഠിക്കാനുണ്ട്. സോഷ്യൽ സയൻസ് പോലുള്ള വിഷയങ്ങൾ നിങ്ങൾക്ക് ഹ്യൂമാനിറ്റീസ്, ചുരുക്കി പറഞ്ഞാൽ 3 നിങ്ങൾ 10 വരെ പഠിക്കുന്നുണ്ട്. പക്ഷേ നിങ്ങൾ +1 എത്തുമ്പോൾ നിങ്ങൾക്ക് അവിടെ എന്താണ്? ചോയ്സ് വരുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ സയൻസ് സബ്ജക്റ്റുകൾ പഠിച്ചാൽ മതി, വേണമെങ്കിൽ കൊമേഴ്സ് പഠിച്ചാൽ മതി, വേണമെങ്കിൽ ഹ്യൂമാനിറ്റീസ് എടുത്താൽ മതി എന്നൊരു ഓപ്ഷൻ നിങ്ങൾക്ക് അവിടെ തിരഞ്ഞെടുക്കാൻ. നിങ്ങൾക്ക് ഏത് കരിയറാണോ, എനിക്ക് സയൻസ് മേഖല ആണോ വേണ്ടത്, അല്ലെങ്കിൽ കൊമേഴ്സ് ഫീൽഡാണോ വേണ്ടത്, അല്ലെങ്കിൽ ഹ്യൂമാനിറ്റീസ് ഫീൽഡാണോ വേണ്ടതെന്ന് തിരഞ്ഞെടുക്കാൻ നിനക്കവിടെ എന്ത് ചെയ്യുകയാണ്? ഓപ്ഷൻ തുറന്ന് കിട്ടുകയാണ്. നിനക്ക് സയൻസ് സബ്ജക്റ്റുകൾ വേണ്ട ഒഴിവാക്കാം, കൊമേഴ്സ് സബ്ജക്റ്റുകൾ വേണ്ട ഒഴിവാക്കാം, ഇനി നിനക്ക് ഹ്യൂമാനിറ്റീസ് സബ്ജക്റ്റുകൾ വേണ്ടാതെ ഒഴിവാക്കാം. നിനക്ക് ഇഷ്ടമുള്ളത്, നിനക്ക് എന്താണോ ഇഷ്ടം അത് തിരഞ്ഞെടുത്ത് പഠിക്കാനുള്ള അവസരമാണ്. നിനക്ക് ഏതാണോ ഇഷ്ടം അത് തിരഞ്ഞെടുത്ത് പഠിക്കാൻ നിനക്ക് അവസരം കിട്ടുകയാണ്. ചുരുക്കി പറഞ്ഞാൽ അത് നിങ്ങളുടെ ജീവിതത്തിലൊരു വഴിത്തിരിവ് തന്നെയാണ്. ഇപ്പോൾ നിങ്ങളുടെ +2 കഴിഞ്ഞുള്ള, ഇപ്പം നിങ്ങളിപ്പോൾ +2ന് ചേരാൻ പോവുകയാണ്. അഡ്മിഷൻ വരുമ്പോൾ നിങ്ങൾ അലോട്ട്മെൻറ്റ് കൊടുക്കും. അങ്ങനെ വരുമ്പോൾ നിങ്ങൾ ചേരാൻ പോകുമ്പോൾ ഇപ്പോൾ നിങ്ങൾ +2 ഏതെടുക്കുന്നു എന്ന് ബേസ് ചെയ്തിരിക്കും നിങ്ങളുടെ ഉപരിപഠനം. ഇപ്പം നിങ്ങൾ സയൻസ് റിലേറ്റഡ് ആയിട്ടുള്ള സബ്ജക്റ്റ് എടുത്താൽ അതിൻ്റെ വഴിക്ക് പോവും. കൊമേഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ളെങ്കിൽ അത്, ഹ്യൂമാനിറ്റീസ് റിലേറ്റഡ് ആയിട്ടുള്ള അത്. നിങ്ങൾ +1 ഏത് കോഴ്സാണോ എടുക്കുന്നത് അത് റിലേറ്റ് ചെയ്തിട്ടായിരിക്കും നിങ്ങൾ നിങ്ങളുടെ +2ന് ശേഷമുള്ള പഠനം ഡിക്ലെയർ ചെയ്യുക. അതുകൊണ്ട് തന്നെ എനിക്കൊരു കാര്യം പറയാനുള്ളത്, എൻ്റെ ഇത്രയും കാലത്തെ അനുഭവത്തിൽ എന്താണ്, +2 ജീവിതത്തിൽ അല്ലെങ്കിൽ എൻ്റെ ഫ്രണ്ട് അവൻ അല്ലെങ്കിൽ അവൾ പോയി സയൻസ് എടുത്തു, അതുകൊണ്ട് ഞാനും പോയി സയൻസ് എടുത്തു. അവൾക്ക് നല്ല രീതിയിൽ പഠിക്കാൻ പറ്റുന്നുണ്ട്, എനിക്ക് നല്ല രീതിയിൽ പഠിക്കാൻ പറ്റുന്നില്ല. അവൻ ജയിച്ചു പോകും, അവൾ തോറ്റുപോകും. അവൻ ജയിക്കും, ഞാൻ തോക്കും. അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാകാതിരിക്കാൻ വേണ്ടി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങളുടെ ഫ്രണ്ട്സ് ഏത് കോഴ്സും എടുത്തേക്കാം. നിങ്ങളുടെ ഫ്രണ്ട്സ് ഏത് കോഴ്സും എടുത്തേക്കാം. നിങ്ങൾക്ക് ഏതാണോ താല്പര്യപ്പെടുന്നത്, നിങ്ങൾക്ക് ഏതാണോ പഠിക്കാൻ ഇഷ്ടപ്പെടുന്നത് അതേ നിങ്ങൾ എടുക്കാൻ പാടുള്ളൂ. അല്ലെങ്കിൽ ഒറ്റ പ്രശ്നം എന്നുള്ളത്, അതിൻ്റെ ഭവിഷ്യത്ത് നിങ്ങൾ തന്നെ അനുഭവിക്കേണ്ടി വരും. എനിക്ക് പഠിക്കാൻ പറ്റാത്തൊരു വിഷയം, ഞാൻ എൻ്റെ ഉദാഹരണം തന്നെ പറയുകയാണെങ്കിൽ, എനിക്ക് പഠിക്കാൻ പറ്റാത്ത അല്ലെങ്കിൽ എനിക്ക് പഠിക്കാൻ ബുദ്ധിമുട്ടുള്ളൊരു വിഷയം ഞാൻ എടുത്ത് എൻ്റെ തലയിലിട്ട് കഴിഞ്ഞാൽ അതെനിക്ക് തന്നെയല്ലേ അതിൻ്റെ ബാധ്യത. ഇപ്പോൾ എനിക്ക് പഠിക്കാൻ പറ്റാത്തൊരു വിഷയം അല്ലെങ്കിൽ എനിക്ക് പറ്റാത്തൊരു വിഷയം ഞാൻ അറിഞ്ഞുകൊണ്ട് എടുത്ത് എൻ്റെ തലയിൽ ഇടുവോ? അത് ഞാൻ എന്ത് ചെയ്യുന്നതല്ലേ? സ്വന്തം കുഴി മാന്തുന്നതിന് തുല്യമല്ലേ ഇത്? എനിക്ക് പഠിക്കാൻ പറ്റാത്തൊരു വിഷയം എൻ്റെ തലയിലേക്ക് എടുത്തിടുമ്പോൾ. അതുപോലെ തന്നെയാണ് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്ന വിഷയം നിങ്ങളുടെ പഠന വിഷയമായിട്ട് തിരഞ്ഞെടുക്കൂ. എങ്കിൽ നിങ്ങൾക്ക്, ഇപ്പം ഞാൻ ആദ്യമേ പറഞ്ഞു, ഹ്യൂമാനിറ്റീസ് എന്ന വിഷയം ഞാൻ ഇഷ്ടപ്പെട്ടെടുത്ത കോഴ്സാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് 2 വർഷം എൻ്റെ +2 ജീവിതം എന്ന് പറയുകയാണെങ്കിൽ എനിക്ക് അത്രയ്ക്കും സന്തോഷമുള്ളൊരു ജീവിതമായിരുന്നു.
കാരണം എന്താണ്, ഞാൻ ആഗ്രഹിച്ച കോഴ്സ് എനിക്ക് കിട്ടി, ഞാൻ പഠിക്കാൻ ആഗ്രഹിച്ച വിഷയങ്ങൾ എനിക്ക് കിട്ടി. നിങ്ങൾക്ക് നല്ല രീതിയിൽ +2 ലൈഫ് എൻജോയ് ചെയ്യാൻ സാധിക്കും. എന്നാൽ നിങ്ങൾക്ക് മനസ്സിനോട് പൊരുത്തം, നിങ്ങളുടെ മനപ്പൊരുത്തമില്ലാത്ത വിഷയങ്ങളാണ് നിങ്ങൾക്ക് പഠിക്കാൻ നിങ്ങൾ തിരഞ്ഞെടുക്കുന്നതെങ്കിൽ, നിങ്ങളുടെ മനസ്സ് അതിനോട് പൊരുത്തപ്പെടുന്നില്ലെങ്കിൽ, നിങ്ങളുടെ മനസ്സ് ആ വിഷയങ്ങളോട് പൊരുത്തപ്പെടുന്നില്ലെങ്കിൽ, നിങ്ങൾക്ക് +2 ലൈഫ് എന്നുള്ളത് ഒരു നരക ജീവിതമായിരിക്കും. ഞാൻ ഷുവറായിട്ട് പറയണം, നിങ്ങൾക്ക് നരക ജീവിതമായിരിക്കും. അത് നിങ്ങൾക്ക് എന്ത് ചെയ്യില്ല, ഒരു തരത്തിലുള്ള സന്തോഷം കാണില്ല. ഇപ്പോൾ എൻ്റെ +2 ജീവിതം എന്ന് പറഞ്ഞാൽ എനിക്ക് നല്ല സന്തോഷം നിറഞ്ഞ, +1 ആയാലും +2 ആയാലും നല്ല സന്തോഷം നിറഞ്ഞ ജീവിതമായിരുന്നു. കാരണം ഞാൻ പഠിക്കാൻ ആഗ്രഹിച്ച വിഷയങ്ങൾ, എൻ്റെ മനസ്സ് ഹ്യൂമാനിറ്റീസ് വിഷയങ്ങളാണ് പൊരുത്തപ്പെടുന്നത്. അത് ഞാൻ എടുത്തപ്പോൾ എനിക്ക് നല്ല രീതിയിൽ എൻ്റെ എന്ത് ചെയ്താന്ന് വെച്ചാൽ +2 ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ചു. +2വിൽ 77% മാർക്കോടെ 77% മാർക്കോടെ എനിക്ക് പാസ്സാകാൻ സാധിച്ചു. എനിക്ക് ഒരു കാര്യം ഉറപ്പുണ്ട്, ഞാൻ സയൻസ് എടുത്തിരുന്നെങ്കിലും കൊമേഴ്സ് എടുത്തിരുന്നെങ്കിലും എനിക്ക് 77% കിട്ടില്ല. ചിലപ്പോൾ ജസ്റ്റ് പാസ്സായി പോയേക്കാം. ഞാൻ 2024 പാസ് ഔട്ടാണ്. +2 എനിക്ക് 77% ആണുള്ളത്. സയൻസ് എടുത്തെങ്കിലും കൊമേഴ്സ് എടുത്തെങ്കിലും ചിലപ്പോൾ എങ്ങനെയും കോപ്പി അടിച്ചോ തുണ്ട് വെച്ചോ എങ്ങനെയും ചിലപ്പോൾ, അല്ലെങ്കിൽ ആരോടെങ്കിലും ചോദിച്ചെഴുതിയോ എങ്ങനെയും ചിലപ്പോൾ ജസ്റ്റ് പാസ്സായി പോയേനെ. എന്നാൽ ഇത്രയും പെർസെൻറ്റേജ് എനിക്ക് കിട്ടില്ല. ഞാൻ ഹ്യൂമാനിറ്റീസ് എടുത്തതുകൊണ്ട് ഞാൻ എൻ്റെ മനസ്സിനോട്, എൻ്റെ മനസ്സ് പൊരുത്തപ്പെടുന്ന ഏത് വിഷയത്തോടാണോ ആ വിഷയം ഞാൻ എടുത്തത് കൊണ്ട് തന്നെ എനിക്ക് നല്ല രീതിയിൽ അതിൽ നല്ല രീതിയിൽ എനിക്ക് പെർഫോം ചെയ്യാൻ സാധിച്ചു. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ മനസ്സ് ഏതിനോടാണോ പൊരുത്തപ്പെടുന്നത് ആ വിഷയം എടുക്കുക. ഇനി ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ ഡീറ്റെയിൽഡ് വീഡിയോ നിങ്ങൾക്ക് ഞാൻ ഇട്ട് തന്നു കഴിഞ്ഞു. ഇനി നിങ്ങളുടെ ഓപ്ഷനാണ്. ഇനി ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, ആഫ്റ്റർ SSLC എന്താണെന്ന്. സയൻസ് വേണോ, കൊമേഴ്സ് വേണോ, ഹ്യൂമാനിറ്റീസ് വേണോ, നീ എടുത്ത് നോക്കുക. നിനക്ക് സയൻസ് വിഷയങ്ങളിലാണോ നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ സാധിക്കുക, കൊമേഴ്സ് വിഷയങ്ങളിലാണോ നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ സാധിക്കുക, ഹ്യൂമാനിറ്റീസ് വിഷയങ്ങളിലാണോ നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ സാധിക്കുക. നിൻ്റെ മനസ്സ് ഏത് വിഷയത്തോടാണോ പൊരുത്തപ്പെടുന്നത്, നിനക്ക് ഏതാണോ പഠിക്കാൻ സാധിക്കുന്നത് ആ വിഷയം എടുത്തു കഴിഞ്ഞാൽ +2 ജീവിതം സുന്ദരവും നല്ല സുഖവും സുന്ദരവുമായി നിങ്ങൾക്ക് നിങ്ങളുടെ 2 വർഷം +2 ജീവിതം ആഘോഷിച്ചും പഠിച്ചും നിങ്ങൾക്ക് മുന്നേറാൻ സാധിക്കും. എന്ത് വേണമെന്ന് നിങ്ങൾ ഡിക്ലെയർ ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും, ഈ വീഡിയോ നിങ്ങൾക്ക് കണ്ടിട്ട് ഇതുവരെ ഒന്നും മനസ്സിലായിട്ടില്ലെങ്കിൽ, നിങ്ങൾ ഒന്നും കൂടി ഈ വീഡിയോ കാണുക. ഞാൻ ഒന്നും കൂടി ആത്മാർത്ഥമായിട്ട് പറയാം, നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ട് മനസ്സിലായില്ല, നിങ്ങൾ ഒരു തവണ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ മനസ്സിലായില്ലെങ്കിൽ ഒന്നും കൂടെ കാണുക. എന്നിട്ടും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യുക. പുതിയ വീഡിയോയിൽ കാണുന്നവരെ മൈ നെയിം ഇസ് ക്രേ, ദ ഫൗണ്ടർ ഓഫ് സ്ക്രേ ഫോർ ദ കരിയർ ഗൈഡൻസ്. താങ്ക് ഫോർ വാച്ചിങ്.